ശ്രീ പി ജെ വിൻസെന്റ്, മാക്സ് പ്ലുന്തോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്? മിസ്റ്റർ ആന്റണി ബ്ലിങ്കൻ, നിങ്ങളുടെ ലെഗസി ജീനോസൈഡ് ലെഗസിയാണ് എന്ന് പറഞ്ഞാൽ വംശഹത്യയുടെ പാരമ്പര്യമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് മാത്രം ശബ്ദമല്ല. അമേരിക്കയിൽ വളരെ വ്യാപകമായി ഉയരുന്ന ഒരു വികാരത്തിൻ്റെ ശബ്ദം കൂടിയാണ് മാക്സ് പ്ലുന്താൾ അവിടെ പറയുന്നത്. സാം ഹുസൈനി അവിടെ പറയുന്നത്. അമേരിക്കയിലെമ്പാടും പല രീതിയിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഒക്കെ ഒറ്റ സ്വഭാവം, മിസ്റ്റർ ബൈഡൻ യുവർ ലെഗസി ഈസ് ജീനോസൈഡ് എന്ന മുദ്രാവാക്യം തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അവർക്ക് ഈ യുദ്ധം അമേരിക്കയുടെ കയ്യിലെ ചോരക്കറ കൂടി മായ്ക്കണമെങ്കിൽ യുദ്ധം നിർത്തിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കരാറുകൾ ഉണ്ടാക്കുകയും അത് ലംഘിക്കുകയും ചെയ്യുന്ന ശീലമാക്കുന്ന ഇസ്രയേലിന് ഇക്കുറി അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇക്കുറി ഉണ്ടാക്കുന്ന ഈ കരാറിൽ ഉറച്ചു നിന്നേ മതിയാവൂ എന്ന നിരീക്ഷയിൽ തെറ്റുണ്ടോ ശ്രീ പി ജെ വിൻസെന്റ്? അമേരിക്കയ്ക്ക് ഈ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന പ്രക്രിയയിലേക്ക് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ പത്രപ്രവർത്തകർ ചോദിച്ച കാര്യം അതിനേക്കാൾ അതിശക്തമായി ബേർണി സാൻഡേഴ്സ് അമേരിക്കൻ കോൺഗ്രസിൽ തൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവിടെ റിപ്പബ്ലിക്കന്മാർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ടുവന്ന് അമേരിക്കൻ കോൺഗ്രസിൽ, അമേരിക്കൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗിച്ചിട്ട് അദ്ദേഹം പോയ സ്ഥലം ഒരു കൊലപാതകിയാണ് നിങ്ങൾ അമേരിക്കയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കോൺഗ്രസിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് എന്ന് അന്ന് അമേരിക്കയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസ് അംഗവും സെനറ്റ് അംഗവുമായിട്ടുള്ള ബേർണി സാൻഡേഴ്സ് പറയുകയുണ്ടായി. അത് അമേരിക്കയുടെ വികാരമാണ്. അമേരിക്കൻ ക്യാമ്പസുകളിലും ബഹുജനങ്ങളും അതിശക്തമായി ഈ ജിനോസൈഡിനെ എതിർത്തു. എപ്രകാരമാണോ അവർ ഹമാസിൻ്റെ ആക്രമണത്തെ എതിർത്തത്, അതിനേക്കാൾ ശക്തമായി ഇസ്രായേൽ അവിടെ നടത്തിയ ജിനോസൈഡിനെയും അവർ എതിർക്കുകയുണ്ടായി. അതോടൊപ്പം ഈ യുദ്ധത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഹിസ്ബുള്ള ഏറെക്കുറെ അത് ദുർബലമാക്കപ്പെട്ടു. സിറിയയിൽ ഭരണമാറ്റമുണ്ടായി. ഇറാനാകട്ടെ ഒരു പരിധിവരെ അതിൻ്റെ ആക്രമണശേഷി നഷ്ടപ്പെട്ടു. അപ്പം ഈ ഹിസ്ബുള്ളയും ഇറാൻ്റെ പ്രോക്സികളും സിറിയയും ഹൂത്തികളും ഒക്കെ ചേർന്ന് ഇസ്രായേലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന നറേറ്റീവ് ഇനി അമേരിക്കയ്ക്കോ വെസ്റ്റേൺ ബ്ലോക്കിനോ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ഇനി തുടരുകയാണെങ്കിൽ അത് ഒരായുധശേഷിയും പ്രതിരോധവും ഇല്ലാത്ത 23 ലക്ഷം വരുന്ന ഗാസയിലെ സാധാരണ മനുഷ്യർക്കെതിരായിട്ട് ആ മേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു സൈനിക ശക്തിയുടെ ഒരു മിലിറ്ററി സൂപ്പർ പവറിൻ്റെ, പ്രാദേശിക സൂപ്പർ പവറിൻ്റെ ആക്രമണവും കൊലപാതകവും മാത്രമായിരിക്കും. അത് ഒരു കാരണവശാലും ലോകത്തിന് മുന്നിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ഇസ്രായേലിനെ പോലെ തന്നെ അമേരിക്കയ്ക്കും അനിവാര്യമാണ്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഒരു വരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രംപ് 2 കാര്യങ്ങൾ അദ്ദേഹം ശക്തമായി പറയുകയുണ്ടായി. ഒന്ന്, ബന്ദികളെ വിട്ടയച്ചില്ല, അല്ലെങ്കിൽ ഹെൽ അപ്പോൺ ഗസയുടെ മേൽ നരകത്തി എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് താൻ ഓവൽ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെ മുഴുവൻ വിട്ടയക്കണം. ഇപ്പം 94 ബന്ദികളാണ് അവരുടെ കൈകളിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 33 പേരാണ് ജീവനോടെ ഉള്ളതെന്ന് പറയുന്നു. ഏതായാലും ബന്ദികളെ വിട്ടയക്കുമ്പോൾ 1000-ഓളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നു. അതിൽ ഈ പറയുന്ന എന്താണ് കൊലപാതക കുറ്റവും ഒക്കെ ചുമത്തപ്പെട്ട ഹമാസിന്റെ നേതാക്കളൊക്കെ ഉണ്ട്. ഇതെല്ലാവരും അവരല്ലല്ലോ. അപ്പോൾ കുറേയധികം കുട്ടികളുണ്ട്, കുറേയധികം സ്ത്രീകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബന്ദികൾ കൂടുതൽ ഇസ്രായേലിന്റെ പക്കലായിരുന്നോ ഹമാസിന്റെ പക്കലായിരുന്നോ ശ്രീ പി ജെ വിൻസെന്റ്? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കല്ലെറിയുന്ന ആളെയും അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടുകയാണല്ലോ. അപ്പോൾ അത് അവിടെ ഗസയിലെ ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ പാതയിലാണ്. അവർ ദൈനംദിനം 1967 ശേഷം ഹാഷ്മി അത് ഒക്കുപ്പൈഡ് ഫലസ്തീനിയൻ ടെറിട്ടറിയാണ്. അതൊരു സ്വതന്ത്ര രാജ്യമൊന്നുമല്ല ഗാസ. 1967 ശേഷം ഇന്ന് വരെ അത് ഇസ്രായേലിൻ്റെ മിലിറ്ററി കവറിനകത്താണ്. അത് സാമ്പത്തികമായി പൂർണ്ണമായും ഇസ്രായേലിനെ ആശ്രയിച്ച് മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അത് പൂർണ്ണമായി ഇസ്രായേലിനേക്കാൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. 365 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണുള്ളത്. അതിൽ ഈ റഫ മേഖലയിൽ ഈജിപ്തുമായിട്ടുള്ള അതിർത്തി ഒഴിച്ചാൽ ബാക്കി മുഴുവനും ഇസ്രായേലുമായിട്ടുള്ള അതിർത്തിയാണ്. പിന്നെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലാണ്. അങ്ങനെ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും സൈനികമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിനകത്താണ്. അങ്ങനെയുള്ള ഒരു ഒക്കുപേഷൻ, മിലിറ്ററി ഒക്കുപേഷനെതിരായിട്ട് ഫലസ്തീനി
ഫലസ്തീനികൾ നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിലാണ് ആളുകളെ പിടിച്ച് ജയിലിലിടുന്നത്. അങ്ങനെയാണ് 1000, 2000, 3000 ഒന്നുമില്ലാതെ ആളുകളെയും കല്ലെറിയുന്ന ചെറുപ്പക്കാരെയും ചെറിയ കുട്ടികളെയും അടക്കം പിടിച്ച് ജയിലിലിടുകയാണ്. പക്ഷെ അതുപോലെയല്ല ഇപ്പം ബന്ദികൾ എന്ന് പറഞ്ഞാൽ അവർ അക്രമം നടത്തി പിടിച്ചു കൊണ്ടുപോയവരാണ്. ഏതായാലും ഈ ബന്ദികളുടെ മോചനം വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ വാസ്തവമുണ്ട്. ഇപ്പം ഡേവിഡ് ഷൂൾമാനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയുണ്ടായി. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരണമെന്നും സ്വതന്ത്ര രാഷ്ട്രമായി മാറാനുള്ള ഫലസ്തീനികളുടെ അവകാശത്തെ നിഷേധിക്കണമെന്നുമുള്ള 2 പരമപ്രധാനമായ ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇസ്രായേലിലെ ഈ അൾട്രാ ഓർത്തഡോക്സ് തീവ്ര സൈനിസ്റ്റ് പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരാസക്തി ഈ സംഘർഷത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അദ്ദേഹം നിരന്തരമായി ഈ അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലേക്കുമൊക്കെ സൈനിക നീക്കം നടത്തുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അവിടുത്തെ സ്മോട്രിച്ച്, അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആൾ, റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 120 അംഗ ഇസ്രായേലി നെസറ്റിൽ 7 അംഗങ്ങളാണുള്ളത്. അതുപോലെ യുണൈറ്റഡ് ടോറ എന്ന് പറയുന്ന എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. അതുപോലെ ഒരു കഹാനി പാർട്ടിയുണ്ട്, അവർക്ക് 6 ഉണ്ട്. അപ്പോൾ തന്നെ 20 അംഗങ്ങളായി. അപ്പോൾ 32 അംഗങ്ങൾ മാത്രമാണ് നെസറ്റിൽ നെതന്യാഹുവിൻ്റെ പാർട്ടിക്ക്, ലിക്വിഡ് പാർട്ടിക്കുള്ളത്. ബാക്കി ഇതുപോലെയുള്ള തീവ്ര സൈനിസ്റ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ കരാറിനെതിരെ ഈ സംഘങ്ങൾ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവർ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ പരമപ്രധാനവുമാണ്. അവർ പറയുന്നത് കോൺകർ, കീഴടക്കുക; 2 എക്സ്പെൽ, അവിടെയുള്ള ഫലസ്തീനികളെ പുറത്താക്കുക; 3 സെറ്റിൽമെൻറ്റ്, അവിടെ ജൂത സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ കോൺകർ, എക്സ്പെൽ, സെറ്റിൽമെൻറ്റ്, ഈ 3 ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ തീവ്ര സൈനിസ്റ്റ് കക്ഷികൾ. അപ്പോൾ ഇതോടൊപ്പം ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഇത്തരം കളികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിക്രമങ്ങളെയും ഒരുപക്ഷെ ട്രംപിനെ നമ്മൾ എല്ലാ തരത്തിലും വിമർശിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ട്രംപ് ശരിയായ നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കാനും കൂടെ തയ്യാറായിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അവിടെ 23 ലക്ഷം പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഡീപ്പ് സൺ ഓഫ് എ ഡാഷ്, നമുക്ക് പറയാൻ പറ്റാത്ത തെറി, പച്ചത്തെറി പറയുന്ന ഒരു വീഡിയോ ആണ് ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ട്രംപ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എത്രത്തോളം റിഫ്റ്റ് അവിടെയുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ.